Hi friends, welcome to YouTube channel. In this video, Epson new model printer Epson L3250 printer Wi-Fi password video. Video channel subscribe, like, comment, share. Video. ആദ്യം വൈഫൈ ഡയറക്റ്റ് ഓൺ ആയിരിക്കണം എങ്കിൽ മാത്രമേ പാസ്വേഡ് കാണാൻ കഴിയുകയുള്ളൂ. ആ മൊബൈലിൻ്റെ എംബ്ലത്തും കാണുന്ന ഈ റൗണ്ട് ഇൻഡിക്കേഷൻ ഓൺ ആയാൽ മാത്രമേ വൈഫൈ ഡയറക്റ്റ് ഓൺ ആണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അത് ഓഫ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും വൈഫൈ പാസ്വേഡ് കണ്ടെത്താൻ കഴിയില്ല. 3 ഷീറ്റ് A4 പേപ്പർ നമ്മൾ ട്രയൽ വെക്കുന്നു. എന്നിട്ട് ഈ ഐ എന്നുള്ള ബട്ടൺ മിനിമം 15 സെക്കൻഡ് അല്ലെങ്കിൽ പേപ്പർ പിക്ക് ചെയ്യുവോളം നമ്മൾ പ്രസ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പ്രസ് ചെയ്ത് പിടിക്കണം. ഓക്കെ, യെസ്, പേപ്പർ പിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് പേപ്പർ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയെടുക്കാം. ഇങ്ങനെ 3 ഷീറ്റ് പ്രിൻ്റ് ഔട്ട് വരാനുണ്ട്. ആ 3 ഷീറ്റ് പ്രിൻ്റ് ഔട്ട് വന്നതിന് ശേഷം അതിൽ ഫസ്റ്റ് വന്ന പേപ്പർ എടുക്കണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് ആ 3 ഷീറ്റ് A4 ഷീറ്റ് പ്രിൻ്റ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ പേപ്പറിൻ്റെ പ്രിൻ്റ് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജ് പിക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പർ രണ്ടാമത്തെ പേപ്പർ ഉള്ളിലോട്ട് വലിച്ചിട്ടുണ്ട് പ്രിൻ്റർ. അതിലും പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെക്കൻഡ് പേജാണ് വരുന്നത്. സെക്കൻഡ് പേജും പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഷീറ്റും പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പാസ്വേഡ് കാണാൻ കഴിയുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 3 ഷീറ്റ് ഇതാ പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വന്നു. അതിൽ ആദ്യം വന്ന ഷീറ്റ്, അതായത് നമുക്ക് ഈ ബണ്ടിലിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഷീറ്റായിരിക്കും ആദ്യം വന്നത്. കണ്ടില്ലേ, ഫസ്റ്റ് ഷീറ്റ്. ഓക്കെ, അതിൽ ഈ സെൻറ്ററിൽ കാണുന്ന SSID പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. SSID നമ്മുടെ പ്രിൻ്ററിൻ്റെ പേരും അതിൻ്റെ താഴെ കാണുന്ന പാസ്വേഡ് നമ്മുടെ പ്രിൻ്ററിൻ്റെ പാസ്വേഡാണ്. ഇതേപോലെ നിങ്ങളുടെ പ്രിൻ്ററിലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.